മണ്ടു 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 അതെ, നല്ല ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായനും എടുത്തു. ഭയങ്കര തലവേദന മാറാനേ കട്ടൻ ചായ കുടിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം നിങ്ങൾ ഈ കുടി നിർത്തും. നീ ഒരു കട്ടൻ ചായ കൂടെ എടുക്കുവോ? ഒരു കാര്യം ചെയ്, ഇവിടെയൊക്കെ അടിച്ചു വാരി. അപ്പൊ പിന്നെ ഞാൻ അവിടെ കട്ടൻ ചായ ഇട്ടോണ്ട് നിന്നാ മതിയല്ലോ. ഇതുപോലെ പറഞ്ഞാ കേൾക്കാത്ത പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ ആരടി കുടിക്കാത്തത്? ഒക്കെ കുടിക്കും. ആ കാലം കൊണ്ട് മാറ്റി അങ്ങോട്ട്. ഇവിടെ ഇന്ന് കൽപ്പിച്ചാ മതിയോ? ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് നീ അടിച്ചു വരാൻ നിൽക്കണതിനാണ്. വേറെ എല്ലാം കഴിഞ്ഞോ? അല്ല, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മാത്രം അങ്ങോട്ട് ഒഴിച്ചിടാം. എല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് വേണം ഇവിടെ. ബാക്കിയുള്ള പണിയെടുക്കണമെന്ന് ഇവിടെ ആരും കാണണ്ട. ആ കാലം അങ്ങോട്ട് മാറ്റി. എന്തൊരു കഷ്ടപ്പാടാണ് ദൈവമേ ഇത്. ഇന്ന് പണിക്കൊന്നും പോണില്ലായിരിക്കും. ഇന്ന് പഠിക്കൊന്നും പോണില്ല. എല്ലാരും കോഴിക്കോട് ഉണ്ടാക്കാനാ പറയുന്നത്. ആ, നിങ്ങൾക്ക് അതല്ലേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. അല്ലാതെ മാളിക പണിയുടെ പെരുന്തച്ചനൊന്നും അല്ലല്ലോ. അങ്ങനെ പണി പഠിക്കാൻ പോയപ്പോഴത്തേക്കും കുടിച്ചോണ്ട് നടന്നു. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ ദൈവം. നിന്റെ വായിലുനാവ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. വായില് നാവിനാള് കുഴപ്പം. അങ്ങോട്ട് മാറിക്കാൻ അങ്ങോട്ട്. ഇത് എന്തെന്നാ കാണിച്ചിട്ടേക്കണേ? ഇന്നലെ ഇവിടെ എന്തൊക്കെയാ കാണിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? എടീ, ചില കുടുംബങ്ങളിൽ ഭാര്യമാര് കിടന്നിട്ട് ഇങ്ങനെ നട്ടം തിരിയാ ഭർത്താക്കന്മാര് കാരണം. നിനക്ക് ആ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കുടുംബങ്ങളില്ലേ, അതിൽ ഒന്നാമത് നിൽക്കുന്ന കുടുംബമാണ് ഇത്. സുപ്രീം കോടതി വിധി എതിരായതോടെ പാതയോരത്തുള്ള 164 മദ്യവിൽപ്പനശാലകൾ നാളെ മുതൽ അടഞ്ഞുകിടക്കും. 44 മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ. അടച്ചിടുന്നവ ഫലം കിട്ടുന്ന മുറയ്ക്ക് മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം. ആരടി പറഞ്ഞ് പൂട്ടിന്ന്? ഒന്നും പൂട്ടിയിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റും, അത്രേ ഉള്ളൂ. ആ, നമ്മുടെ ഹൈവേയുടെ ഭാഗത്തൊരു ബിവറേജ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വരാൻ പോവാ. എങ്ങോട്ട്? നമ്മുടെ വീടിന്റെ അടുത്തേക്ക്. അയ്യോ, അതിനെന്തിനാണ് ഇതിന്റെ സമ്മതം? ഇത് സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ വിചാരിച്ച സ്ഥലത്ത് സ്ഥാപിക്കും. ഇവിടുത്തെ ഒരൊറ്റ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ നോക്കിക്കോ. ഒരൊറ്റ പെണ്ണുങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ സ്ഥാപനം അവിടെ വരും. എന്നാലും നിങ്ങൾ കൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. എടി, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഇപ്പൊ നിന്നോട് നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കേൾക്കൂ. നിന്നോട് ഈ ടി വിയിൽ കാണുന്ന സീരിയല് നീ കരഞ്ഞോണ്ടിരിക്കണില്ലേ, കണ്ണീരിങ്ങനെ വാർക്കാറില്ലേ, അത് നിർത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിർത്തുവോ? അതിന് നിങ്ങൾ ഇതുവരെ നിർത്തുമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ നിർത്തുവോ? ഇന്ന് മുതല് ഞാൻ സീരിയല് കാണില്ല. ഉറപ്പ്? ആ, ഉറപ്പ്. അപ്പൊ അതൊരു നല്ല തീരുമാനം. അപ്പൊ ഇന്ന് മുതൽ സീരിയല് വേണ്ട. ഇല്ല. ഒരു കുടുംബത്തിൽ 2 ദുശീലം പാടില്ല. 1 മതി, കുടി മതി. നിങ്ങൾ കൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇത്ര നേരം പോത്തിന്റെ ചെവിയിലാണ് ഞാൻ വേദം ഓതിയത്. ഞാൻ കുടിച്ചോണ്ട് നിനക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ദോഷം ഉണ്ടായത്? ഞാൻ ഈ കുടുംബം നോക്കുന്നില്ലേ? അത് മാത്രം മതിയോ? മനുഷ്യനൊരു സ്വസ്ഥത വേണ്ടേ? ആദ്യം ഭർത്താവിനനുസരിക്കുന്ന ഒരു ഭാര്യയാവാൻ പഠിക്കടി. ഭർത്താവ് ഒരു ഇത്തിരി കുടിക്കുമെങ്കിൽ ശരി, ഏട്ടൻ കുടിച്ചോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ വിചാരിച്ചെന്താ കുഴപ്പം? അങ്ങനെ വിചാരിച്ച ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ചെയ്യില്ലല്ലോ. അങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നു എന്റെ സങ്കല്പത്തില്. അതുണ്ടായില്ല, അത് പോയി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവൂല. അതൊന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഇങ്ങനെ നന്നാവൂ? എന്നാ ഞാനും പറയണേ, എന്റെ ജീവൻ കളയണ വരെ ഞാൻ സമരം ചെയ്യും. ആ ബിവറേജ് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി. നീ സമരം ചെയ്യണ? ആ ബിവറേജ് ഇവിടെ വരുമോ വരില്ല ഞാനും നോക്കട്ടെ. ഞങ്ങൾ കുടിയന്മാരെല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് സമരം ചെയ്യും. അത് ഇവിടെ വരുമോ വരില്ല ഞാൻ കാണിച്ചു തരാം. വരാൻ പോണില്ല. ഓ, എനിക്ക് തലവേദന വരുത്തിട്ട് പോയി. നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടത്. നന്നാവാത്ത എന്നെ പിന്നെ എനിക്ക് നന്നാക്കാൻ നിൽക്കേണ്ട കാര്യം. അടുത്ത് എനിക്ക് ജീവിതം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണ തന്നെ നല്ലത്. നശിച്ച ഒരു വീടും. നീ ഒറ്റ വ്യക്തിയാണ് ഇത്ര വൈപ്പിച്ചിനി. ഇത്ര വൈകില്ലേ? ഇനി അവിടെ പാർട്ടി തുടങ്ങാനായില്ലേ? സാധനം കൊണ്ട് കൊടുക്കണ്ടേ? എന്തെന്ന് പറയുന്ന കുറച്ച് കാര്യമില്ല. കാരണം ഇത് വൈകുന്നേരം സമയം കൃത്യം കൊടുത്തിട്ടേ പിന്നെ പൈസ കിട്ടൂല. പൈസ കൊണ്ട് വയ്യന്നെ നടക്കണം. പൈസ ഇല്ലാണ്ട് നമ്മളല്ല, നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. എവിടെ പോണോ നിങ്ങള്? കല്യാണത്തിൽ. ഒരാള് വീട്ടിലേക്ക്, ഒരാള് കല്യാണത്തിനോ? വീട് എവിടെ? എവിടെ?
രണ്ടാൾക്ക് 2 വീടുണ്ടോ? ഇല്ല സാർ, ഇവിടെ തന്നെ. ഭാര്യ ഭർത്താവാണോ നിങ്ങള്? ആ. ആണോ? അതെ. പിന്നെ ഈ വീട് ഇത്ര സംശയം എന്താ? ആ വഴിയും പോവാം ഈ വഴിയും പോവാം. ഇതെന്താ ഈ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുള്ള എന്താ? പെട്രോൾ. വെള്ളം പെട്രോളും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? വെള്ളം വെറുതെ വേഷം കെട്ട് കളിക്കാതെ മര്യാദക്ക് സാറേ സത്യം പറഞ്ഞോ. ഞങ്ങൾക്ക് വീട്ടിലവിടെ വെള്ളമില്ല, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ ഇവിടെ. അതെ സാറേ. ആ സാധനം നോക്കിയാ പരിചയ എന്താ സാധനം നോക്കിയാ? സാറേ. നീ കല്യാണത്തിന് ഇങ്ങോട്ട് വാ. ഇല്ല സാറേ. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞാൽ എന്താ? സാറേ അത് മറ്റേ പൂജയ്ക്ക് ഗോമൂത്രം എടുത്തതാ. പൈരമൂത്രമല്ലേ? പൈരമൂത്രം. പയ്യനെ? മൂത്രം. ആ. അത് എടുത്തുകൊണ്ടത്. ആണോ? ആ. അടി കണ്ടിട്ട് ചെപ്പങ്ങട് തിരിഞ്ഞു പോട്ടാ. സാറേ ഏ? ഇത് മറ്റവനാണ് കൊട്ടോടി. ഏത്? കൊട്ടോടി എവിടെ കൊണ്ടുപോകണ നിങ്ങള്? ഈ കല്യാണ വീട്ടിൽ ഈ വക സാധനങ്ങൾ സപ്ലൈ അല്ലേ നിന്റെ പണി? അയ്യോ ഇല്ല അല്ലേ? സാറേ. ഇല്ല സാറേ. ആണോ? ഒന്നുമില്ല സാർ. എന്താ അറിയല്? ഒന്നുമില്ല സാറേ. അറിയാലെന്താ? ആ നോക്ക് പരിചയം നോക്ക. ഇല്ല സാറേ. ഇല്ല. ഇല്ല സാറേ. അത് നോക്ക്. സാറേ ആണല്ലോ അല്ലേ? മറ്റേതാണ് കഞ്ചാവാൻ. പറ്റിപ്പോയി. പട്ടിയ ഈ വക സാധനങ്ങൾ സപ്ലൈ അല്ല. ഇല്ല സാറേ. നീ ഭാര്യ തന്നെ പണി ആണോ? ഇതാണ് പണി നിന്റെയൊക്കെ? കയറി വണ്ടി കയറി വണ്ടി പിടിച്ചോ. സാധനം ഉണ്ടാവില്ല. വണ്ടി കയറി. ഉലകേ മായം വാഴ്വേ മായം നിലയേതു നാം കാണു സുഖമേ മായം. എന്തായി കാരണത്തിൽ ഇങ്ങനെ വിട്ടാ പോരാ, നിന്ന് എടുക്കണം. വലിയ ചീട്ട് ഉണ്ടാവില്ല അതില്. ഞാൻ എടുത്തില്ല അല്ലേ? ഇല്ല. വിട്ടോളൂ. സത്യ ഈ മുറുക്കൊന്നും പറ്റില്ല. നീ കുറച്ച് മീൻചാറ് എടുത്താ. മീൻചാറ് എടുക്കാൻ ഞാൻ എങ്ങനെ ഓട് വിളിച്ചിട്ടാണോ അത്? നിന്നോട് ഞാൻ വന്നപ്പോഴെന്താ പറഞ്ഞത്? മണ്ട് പുറത്ത് പോയതാണ്, അവള് വാതിൽ കൂട്ടിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞില്ലേ? അണക്കെന്ത് പണിയില്ലെന്ന് അറിയില്ല, പിന്നെ അവളിത് പൂട്ടിപ്പോണ്ട ആവശ്യം എന്താ? എടാ, അവള് ബിവറേജ് വരുന്നതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി നാട്ടില് പെണ്ണുങ്ങളെ കൂട്ടാൻ പോയതാണ്. ഇനിയിപ്പോ പെണ്ണുങ്ങള് സമരം ചെയ്ത് കഴിഞ്ഞാണല്ലോ ബിവറേജ് ഒക്കെ അങ്ങോട്ട് ഒലിച്ചു പോവും. നീ എന്ത് കൂളായിട്ട് ഈ പറഞ്ഞ? അണക്ക് അവളോട് പോണ്ട പറഞ്ഞൂടെ? നടക്കില്ല. അതിന് പ്രതിഷേധം എന്നുള്ള നിലക്കാണ് നിന്നോട് ഞാൻ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞത്. ഈ രാവിലെ സാധനമായിട്ട് വരാൻ പറഞ്ഞ കിട്ടുവോ? എന്താട്ടത്? 9:30 മണിയല്ലേ വിവറേജ് കൊടുക്കാൻ? പണ്ടാണെങ്കിൽ 9:30 മണിക്ക് പോയാൽ കുളപ്പുള്ളി വിവറേജ് കിട്ടിയിരുന്നു. ഇപ്പൊ അത് പൂട്ടിയില്ലേ? ഇന്ന് കുളപ്പുള്ളി എന്ന് നോക്ക്, അവിടെ ഹർത്താൽ പോലെ. കൊപ്പത്ത് ബിവറേജും പൂട്ടിടാ. കൊപ്പത്തെ ബിവറേജ് പൂട്ടിയോട് കൂടി എത്ര ആൾക്കാരാ പട്ടിണിയായത്? എന്നോട് വാക്ക് പറഞ്ഞില്ലെച്ചിട്ട് ഞാൻ നേരെ ചെറുപ്പുളശ്ശേരിക്കാ വിട്ടു. ക്യൂ കണ്ടു കഴിഞ്ഞാണല്ലോ രാത്രി 9 മണിയല്ല, അവിടുന്ന് വരാൻ പറ്റില്ല. എത്ര ക്യൂ? പിന്നെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് വെച്ചടിച്ചു പത്തിരിപ്പാലക്ക്. പത്തിരി ഇറച്ചി മതി, കോഴി ഇറച്ചി. പത്തിരിയല്ല, പത്തിരിപ്പാല. പത്തിരിപ്പാലകാല്. പത്തിരിപ്പലകല്ലത്, പത്തിരിപ്പാല. ബിവറേജ്. മറിമായം.